continue with the article written by German Greer about shopping and or shopping mania of women. Now, here there is a question: how does the concept of fashion differ in the male and female? സ്ത്രീകളിലും പുരുഷന്മാരിലും ഫാഷൻ എന്ന കോൺസെപ്റ്റ് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസം വരിക? നമുക്ക് നോക്കാം. All women are fashion victims while the men are less so. All women are fashion victims while the men are less so. എല്ലാ സ്ത്രീകളും ഫാഷൻ ഇരകളാണെങ്കിൽ പുരുഷന്മാർ അത്രയ്ക്ക് അങ്ങടല്ല. Men rarely buy cosmetics. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കോസ്മെറ്റിക്സ് പുരുഷന്മാർ വളരെ അപൂർവമാണ് വാങ്ങിക്കുക. But women spend a fortune on makeup and beauty aids. Fortune എന്നതിന് a lot of wealth, ഒരുപാട് സമ്പത്ത് ചെലവാക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളിന്മേലും ബ്യൂട്ടി എയ്ഡ്സിന്മേലും. Now, American women spend more than $10 billion a year to look more beautiful. കൂടുതൽ ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയിട്ട് അമേരിക്കൻ വുമൺ $10 billion ഒരു വർഷം ചെലവഴിക്കും. Now, we have some short answer or paragraph model. We should have to write about 50 words in order to write an answer to these paragraph questions. Yes, we have the first one. How does a woman take to shopping? A woman considers shopping to be her natural duty and responsibility. Whenever she gets a chance, she is at the shop, examining goods in detail and trying to get a good bargaining. She always carries a bag with her and she always buys things either for herself or for others. Whatever the source of her money, she always spends it buying things for the family. Even when she is bedridden, she will be watching the television, shopping channels. In a consumer economy, woman is making a great contribution to economic growth of the country through her shopping. ഒരു ഉപഭോക്തൃ സംസ്കാരമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അവിടുത്തെ സ്ത്രീകളാണ് രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, അതിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നത്, വലിയ സംഭാവന നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does German Greer say about a woman's shopping as a duty? ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഡ്യൂട്ടിയാണ് എന്ന ആശയത്തോട് ജർമാൻ ഗ്രീർ എങ്ങനെയാണ് ഇതേക്കുറിച്ച് അഭിപ്രായം പറയുക? ജർമാൻ ഗ്രീർ പറയുന്നു, റൈറ്റ് ഫ്രം ദർ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽക്ക് തന്നെ, വുമൺ ആർ ട്രെയിൻഡ് ടു ബിലീവ് ദാറ്റ്, സ്ത്രീകൾ ഇത് വിശ്വസിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. ഷോപ്പിംഗ് ഇസ് ദർ ഡ്യൂട്ടി ടു ദ ഫാമിലി, കുടുംബത്തോടുള്ള തൻ്റെ കടമയാണ് ഷോപ്പിംഗ് എന്ന്. ഫോർ ഓൾ എഫേർട്ട് ദാറ്റ് ദേ പുട്ട് ഇൻ ദേ എക്സ്പെക്ട് നോ റിവാർഡ്, അത്ര വലിയ പരിശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു പ്രതിഫലവും, ഷോപ്പിങ്ങിന് വേണ്ടി അവർ ചെയ്യുന്നതിന് പരിശ്രമങ്ങൾക്ക് ഒരു പ്രതിഫലം അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ദേ ആർ ട്രെയിൻഡ് ഫോർ ഇറ്റ് ഈവൻ ഫ്രം ദർ ഇൻഫൻസി, കുട്ടിക്കാലം മുതലേ അവരതിന് പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. They go from shop to shop trying to find the correct thing with the best quality and the least price. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വസ്തു കണ്ടെത്താൻ, കുറഞ്ഞ വിലയ്ക്ക് കണ്ടെത്താൻ അവർ പരിശീലിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക്, കടകൾ തോറും മാറി മാറി കയറി ഇറങ്ങും. Even inside the shop, കടയുടെ ഉള്ളിൽ പോലും, a woman has to spend a lot of time to locate the goods within her reach. അവിടെ ഒത്തിരി സമയം അവർ ചെലവഴിക്കും. തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ഒരു സാധനം കയ്യിലെത്തുന്നത് വരെയും അവർ അതിനുവേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കും. ആഫ്റ്റർ ഷോപ്പിംഗ് കഴിഞ്ഞാലോ, ഇറ്റ് ഈസ് ഓൾസോ ഹെർ ഡ്യൂട്ടി ടു ക്യാരി ഓൾ തിങ് ടു ഹെർ ഹോം. എല്ലാ സാധനങ്ങളും പിന്നെ വീട്ടിലെത്തിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും അവളുടേത് തന്നെയാണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഈവൻ ദ കാർസ് മാർക്കറ്റഡ് ഫോർ വുമൺ ആർ ഹാച്ച് ബാക്ക് മോഡൽസ്. സ്ത്രീകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന കാറുകൾ പോലും പിറകുവശം അല്പം ബൾക്കി ആയ സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റിയ രീതിയിൽ വീതി കൂടിയതാണ്. ഹാച്ച് ബാക്ക് മോഡൽസ് ആണ്. കൺവീനിയൻറ്റ് ഫോർ ഷോപ്പിംഗ്.
കുറച്ച് വാക്കുകൾ നമ്മൾ നോക്കുക. കോസ്മെറ്റിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. വിക്ടിംസ് ഇരകളാണ്. ഫോർച്യൂൺ സമ്പത്ത്. ബില്യൺ 100 കോടിനെയാണ് 1 ബില്യൺ എന്ന് പറയാം. ഗുഡ്സ് സാധനങ്ങൾ. ബാർഗെയിൻ വിലപേശുക. ബെഡ് റിഡൺ ആവുക രോഗബാധിതനായി കട്ടിലിൽ കിടപ്പിലാവുക ശയ്യാലംബ ആകുക. മറ്റൊരു ചോദ്യം, ഡു യു തിങ്ക് എ വുമൺ ഈസ് കമ്പൽസീവ് ഷോപ്പർ? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ഷോപ്പ് ചെയ്യുന്ന വിധിക്കപ്പെട്ടയാളാണ് എന്നാണ് ചോദ്യം. വുമൺ ആർ സപ്പോസ്ഡ് ടു ബി കമ്പൽസീവ് ഷോപ്പേഴ്സ്. അതെ, നിർബന്ധിതമായും അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു, കരുതപ്പെടുന്നു. സപ്പോസ്ഡ് ടു ബി. ദേ ആർ ട്രെയിൻഡ് ഫോർ ഷോപ്പിംഗ് ഈവൻ ഫ്രം ദർ ചൈൽഡ്ഹുഡ്. അവരുടെ കുട്ടിക്കാലം മുതലേ തന്നെ അവർ ഷോപ്പിങ്ങിന് ട്രെയിൻഡ് ആണ്. ദേ ബിലീവ് ദാറ്റ് ഷോപ്പിംഗ് ഈസ് ദർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവരുടെ വിശ്വാസം ഇതാണ്, ഷോപ്പിംഗ് തങ്ങളുടെ കടമയാണ്, തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദേ ബിലീവ് ദാറ്റ് ഷോപ്പിംഗ് ഈസ് ദർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. Shopping is presented to them as recreation and they easily fall for the trap. Shopping അവരുടെ ഒരു വിനോദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരതിൽ സ്വാഭാവികമായിട്ടും ആ ട്രാപ്പിൽ വീണു പോവുകയും ചെയ്യുന്നു. They walk from shop to shop, choosing the right thing, make a good bargain and carry the heavy load back to their homes. കടകളിൽ തോറും കയറിയിറങ്ങി ശരിയായ വസ്തു കണ്ടെത്തി നല്ല വിലപേശൽ ബാർഗെയിൻ നടത്തി എന്നിട്ട് ഹെവി ലോഡ് ബാക്കിൽ ആക്കിയിട്ട് അവർ തിരികെ വീട്ടിലേക്ക് പോരുന്നു. ഫോർ ഓൾ ദിസ് ലേബർ, ഈ കഷ്ടപ്പാടിനൊക്കെ ദേ എക്സ്പെക്ട് നോ റിവാർഡ്, ഒരു പ്രതിഫലവും ആരിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നുമില്ല. ഓൾ എക്സെപ്റ്റ് ദ വുമൺ തിങ്ക് ദാറ്റ് ഷോപ്പിംഗ് ഈസ് ഫൺ. സ്ത്രീകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷോപ്പിംഗ് ഒരു ഫൺ ആണെന്ന് കരുതുന്നില്ല. വൈ the men relax, it is the women who have to do all the shopping for their family. പുരുഷന്മാർ അവിടെ ഷോപ്പിംഗ് മാളിന് വെളിയിൽ ബിയർ നുണഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ സ്ത്രീകൾ അകത്ത് പോയി ഷോപ്പിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും കുടുംബത്തിനൊന്നാകെ. വാട്ട് ഡു യു മീൻ ബൈ ദ പെഡഗോജി ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗിന്റെ ബോധനശാസ്ത്രം അഥവാ അധ്യാപന ശാസ്ത്രം, അതെന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? പെഡഗോജി ഈസ് ദ സയൻസ് ഓഫ് ടീച്ചിങ്. പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിന്റെ ശാസ്ത്രമാണ്. ടുഡേ മാർക്കറ്റിംഗ് ഹാസ് അസ്യൂംഡ് സച്ച് ഇമ്പോർട്ടൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം എ സബ്ജക്ട് ഓഫ് റിസർച്ച് ആൻഡ് ലേണിംഗ്. ഇന്ന് മാർക്കറ്റിംഗ് ഇങ്ങനെ ഒരു സ്ഥാനം പ്രാധാന്യം കൈവരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് റിസർച്ചും ലേണിംഗും ഒക്കെ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന്. പണ്ട് കാലത്ത് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അങ്ങനെ ധാരണയുണ്ടായിരുന്നില്ല. ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് ആർ കമ്മിങ് ഔട്ട് ഓൺ ദ നേച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ സ്വഭാവത്തെയും പ്രകൃതത്തെയും കുറിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പുറത്തിറങ്ങുന്നത്. ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്ത് പണ്ട് it was easy to predict the shopping habits of the male and female buyers. മെയിൽ ബയേഴ്സിന്റെയും ഫീമെയിൽ ബയേഴ്സിന്റെയും ഷോപ്പിംഗ് ഹാബിറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ നൗ ദ പെഡഗോജി ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ്. ഇന്ന് മാർക്കറ്റിംഗിന്റെ പെഡഗോജി വളരെ സങ്കീർണമാണ്. ടു മേക്ക് സച്ച് എ സിമ്പിൾ അസസ്മെന്റ്, അങ്ങനെ ലളിതമായ ഒരു അസസ്മെന്റ് എടുക്കാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ദ മോഡേൺ ടെക്സ്റ്റ് ബുക്സ് ഓൺ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ആധുനിക പുസ്തകങ്ങൾ പറയുന്ന അനുസരിച്ച് ദ കൺസ്യൂമർ ഈസ് നോട്ട് എക്സാമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ. ഇന്നിപ്പോൾ ജെൻഡറിനെ ബേസ് ചെയ്തല്ല കൺസ്യൂമറെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. സ്റ്റഡീസ് ആർ മെയ്ഡ് ഓൺ ദ റീസൺസ് വൈ പീപ്പിൾ ഷോപ്പ് ആൻഡ് ദ ആൻസേഴ്സ് ഡു നോട്ട് റിഫ്ലക്ട് എനി ജെൻഡർ ഡിഫറൻസ്. സ്റ്റഡീസ് ആർ മെയ്ഡ് ഓൺ ദ റീസൺസ്, പഠനങ്ങൾ ഇതിന്റെ കാരണങ്ങളിലെ കുറിച്ചാണ്. എന്തുകൊണ്ട് ആളുകൾ കടയിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഷോപ്പ് ചെയ്യുന്നു. ആൻഡ് ദ ആൻസേഴ്സ്, എന്നാൽ അതിനുള്ള ഉത്തരങ്ങൾ ഡു നോട്ട് റിഫ്ലക്ട്. ആ ഉത്തരങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഏതെങ്കിലും ലിംഗവ്യത്യാസം കൊണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസം കൊണ്ടാണ്, സ്ത്രീകളായതുകൊണ്ട് അവർ കടയിൽ പോകുന്നുവെന്നോ അങ്ങനെയുള്ള ഒരു വേർതിരിവ് ഇതുവരെയും നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതാണ് എസ്എ മോഡൽസ് ആണ് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുക.